ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാതിയാണെങ്കിൽ കണ്ണനെ എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മേഘനാഥൻ്റെയും അമ്മയുടെയൊക്കെ നിർദ്ദേശം പോലെ തന്നെ കണ്ണനെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിയോടും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, ഓ നീ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചല്ലോ, നിനക്ക് ഇതൊന്നും നേരത്തെ അറിയത്ത് പോലും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ജ്യൂസ് കണ്ണന് നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, ഇതെന്തായാലും കണ്ണേട്ടൻ കുടിക്കുക, ഞാൻ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ സ്വാതി കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാതിയോട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ കല്യാണം കഴിക്കുന്ന പോകുന്നവൻ്റെ ഭാഗ്യം തന്നെ. അങ്ങനെ നമ്മുടെ സ്വാതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് തന്നെ കണ്ണനെ പ്രേരിപ്പിച്ച് തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മയും ഏട്ടനും പറഞ്ഞതനുസരിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നീക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാതി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ട ആ മഹാലക്ഷ്മി പോയത് നന്നായി, വേറെ ആരെയും കുഞ്ഞിനെ അവൾ വയറ്റി ചുമന്നിട്ടല്ലേ കണ്ണേട്ടനെ പറ്റിച്ചത്, എന്തായാലും അതിലും നല്ലത് ഇത് തന്നെയാണ്, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണെന്നൊക്കെ നമ്മുടെ സ്വാതി കണ്ണനോട് പറയുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ എന്താടി വിചാരിക്കുന്നത്, നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ഇങ്ങനെ സ്വാതിയുടെ മുഖത്ത് നോക്കി കണ്ണനാണെങ്കിൽ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണേട്ടൻ്റെ സ്നേഹത്തോട് കൊണ്ട് തന്നെ ആ ഒരു ജ്യൂസ് നമ്മുടെ സ്വാതി കണ്ണന് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്വാതിയുടെ മനസ്സിൽ ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ ഉണരുന്നുണ്ട്. കണ്ണനായിട്ടുള്ള ജീവിതമൊക്കെ സ്വാതി സ്വപ്നം കണ്ട് തുടങ്ങുന്നുണ്ട്. സ്വത്തിനേക്കാൾ ഉപരി കണ്ണനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വാതി തുടങ്ങുന്നുണ്ട്. അങ്ങനെ സ്വാതിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മി അറിയുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിക്ക് ഇതൊന്നും അത്ര വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് മഹാലക്ഷ്മിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി പിറ്റേന്ന് രാവിലെ തന്നെ സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. തന്നെ അവിടെ ചെന്ന് നമ്മുടെ മോഹിനിയെ കണ്ട് ഈ വിവരങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ അമ്മയെ ചെയ്യേണ്ടേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു മഹാലക്ഷ്മിയുടെ ആ പോക്ക് തന്നെ. പക്ഷെങ്കിൽ അവിടെ ചെന്ന മഹാലക്ഷ്മി നേരിടേണ്ടി വരുന്നത് തൻ്റെ രണ്ടാനച്ഛനെയും ആ മുത്തശ്ശിയും തന്നെയായിരുന്നു. അങ്ങനെ മഹാലക്ഷ്മി കാറിൽ വന്ന ഉടൻ തന്നെ അവിടെ മോഹിനിയുടെ അമ്മായിയമ്മ അവിടെ എത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ആ മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട്, നാണോ ഇല്ലേടി, നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ നീ ഈ വീട്ടിലോട്ട് ഇവളെ വിളിച്ചു വരുത്തില്ലായിരുന്നു, ഇവിടെ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്, നിന്നെപ്പോലുള്ള നിൻ്റെ മകളെപ്പോലെ നിന്നെപ്പോലെയുള്ള ആൾക്കാരല്ല, അതുകൊണ്ട് ഇപ്പം തന്നെ ഈ സാധനത്തിന് ഇവിടുന്ന് ഇറക്കി വിട്ടോണം. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ വീടൊന്നുമല്ലല്ലോ, എൻ്റെ അമ്മയുടെ വീടാണ്, എൻ്റെ അച്ഛൻ കൊടുത്ത വീടാണിത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളെ കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ വന്ന ഒരാളല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തടയാനും അവകാശമില്ല, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ, അതിന് നിങ്ങൾക്കാർക്കും എന്നെ ഇവിടെ ആട്ടിയിറക്കാനും ഒന്നിനു തന്നെ അധികാരമില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു ഭർത്താവ് ഉപേക്ഷിച്ചിട്ടും നിൻ്റെ നാക്കിന് നീളം കുറവൊന്നുമില്ലല്ലോ, മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ എല്ലിടി നീ വയറ്റിക്കൊണ്ട് നടക്കുന്നത്, ആരുടെയായി കുഞ്ഞ്, മാർക്കോയുടെ ആണോ അതോ ആ സാഗറിൻ്റെയോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി മാറി മാറി ചോദിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് യാതൊരു ഉത്തരവും നൽകേണ്ട ആവശ്യമില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് മുത്തശ്ശി ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് മോഹിനിയാണെങ്കിൽ അകത്തോട്ട് പോകുന്നുണ്ട്. മോഹിനി പറയുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റി, മോൾ പെട്ടെന്ന് തന്നെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മോഹിനിയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അമ്മയെ അവിടെ കണ്ണേട്ടനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഇപ്പോൾ സ്വാതി എന്ന് പറയുന്ന ആ മേഘനാഥൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്. കണ്ണേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അവളുടെ നാടകം വളരെയധികം തന്നെ മുന്നോട്ട് പോവുകയാണ്, എനിക്ക് പക്ഷേങ്കിൽ അതൊന്നും നാടകമായിട്ട് തോന്നുന്നില്ല അമ്മേ, എന്തായാലും ഞാനിന്ന് കമലേശ്വരൻ വീട്ടിലോട്ട് പോവുകയാണ്, ഈ നാടകങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം നാടകങ്ങൾ ഒരുപാടായി ഇപ്പോൾ മാറി മാറി ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയിപ്പോൾ നാടകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവരും എല്ലാ സത്യം തന്നെ അറിയട്ടെ എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രേഖയോടും അനന്തുവിനെയും വീട്ടിലോട്ട് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയോട് അനന്തുവും രേഖയും പറയുന്നുണ്ട്, ഈ നാടകങ്ങളൊക്കെ അവസാനിപ്പിക്കാനായി, കാരണം കണ്ണൻ്റെ ജീവിതത്തിലോട്ട് മറ്റൊരു പെൺകുട്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്, അതൊന്നും അത്ര നല്ല കാര്യമല്ല മഹി, നീ എന്തായാലും ഒരു മോശം ചെയ്തിട്ടില്ല, സത്യങ്ങൾ എല്ലാവരും തന്നെ അറിയട്ടെ, ഇങ്ങനെ നിന്നെ എല്ലാവരും വിലയിരുത്തുമ്പോൾ നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ട് കണ്ണനോടുമായിട്ട് സംസാരിച്ച് ഈ സത്യങ്ങളെല്ലാം നീ വെളിപ്പെടുത്തണം എല്ലാവരോടും എന്നൊക്കെ രേഖയും അനന്തവും പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ഞാൻ കമലേശ്വരം വീട്ടിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കമലേശ്വരം വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ മഹാലക്ഷ്മി ചെയ്യുന്നത് തന്നെ. അവിടെ ചെന്ന് മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ ദുർഗയും ഉണ്ണിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ നാണോ ഇല്ലാതെ പിന്നെയും ഇങ്ങോട്ടേക്ക്
ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണനാണെങ്കിൽ ആദ്യമൊന്നും മിണ്ടിയില്ല. ഇവളെന്താ എന്നോട് പറയാതെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഉണ്ണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മഹാലക്ഷ്മിയെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മയോടും പിന്നെ കരുണയോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ കടക്കടി പുറത്ത് നിന്നോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? ഇപ്പോൾ കണ്ണേട്ടനെ സ്നേഹിക്കാനും പരിചരിക്കാനൊക്കെ ഈ സ്വാതിയുണ്ട് ഇവിടെ കണ്ണേട്ടൻ്റെ ഭാര്യയായിട്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയോട് നമ്മുടെ കണ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ കരുണ പറയുന്നുണ്ട്. സ്വാതി ആണെങ്കിൽ അങ്ങോട്ടേക്ക് അതേസമയം വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട ഇവളെന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ഇവളോട് ഇപ്പം തന്നെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറ. കണ്ണേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവൾ വന്നതെന്നൊക്കെ കണ്ണനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സ്വാതിയോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ കിട്ടിയ ഈ താലി എൻ്റെ കഴുത്തിലാണുള്ളത്, അത് നിൻ്റെ കഴുത്തിലല്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങളുടെ കഴുത്തിലാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞല്ലല്ലോ, കണ്ണേട്ടൻ്റെ കുഞ്ഞല്ലല്ലോ നിങ്ങളുടെ വയറ്റിൽ വളരുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹിയെ ഒരുപാട് അപമാനിക്കുകയാണ് ചെയ്യുന്നത് തന്നെ. ആ സമയം മഹി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ കണ്ണേട്ടനോട് പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ, കണ്ണേട്ട ഇനി എനിക്ക് ഈ നാടകം കളിക്കാൻ വയ്യ, കാരണം ഇവരെയൊക്കെ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് കണ്ണേട്ടൻ അടിച്ചിറക്കണം. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ആ സത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ തൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നുണ്ട്. ആ സമയം മഹാലക്ഷ്മി ആണെങ്കിൽ പറയുന്നുണ്ട്, കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാനും സ്വാധീനമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളൊന്നും പേടിച്ചിട്ടല്ല ഇത് ഇത്രയും കാലം മറച്ചു വെച്ചത്. ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയെ കൊണ്ടാണ് ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇനി ആരും തന്നെ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഞാനൊരു ഭാര്യയാണ്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും ഈ സമയത്ത് കിട്ടിയേ മതിയാവും. എനിക്ക് എന്തായാലും വേറെ വീട്ടിലൊന്നും പോയി നിൽക്കാൻ ഇനി സാധ്യമല്ല എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവരും തന്നെ ഞെട്ടി വിറച്ച് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിൽ കാണാം.